ഇന്നെന്താ പരിപാടി എന്നല്ലേ? ഇന്നും എന്നത്തെ പോലെ തന്നെയാണ് കേട്ടോ. രാവിലത്തെ ചോറും കറിയും ചായയും ചായക്കുള്ള കടിയൊക്കെ. അപ്പോൾ ഞാനിന്ന് ഗ്രീൻ പീസ് കറിയും പുട്ടും ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസാണത്. തേങ്ങ കുറച്ച്, പച്ചമുളക് 2 കുറച്ച് കുരുമുളക്, കുറച്ച് വലിയ ജീരകം, ഉരുളക്കിഴങ്ങ് ഒന്നരിഞ്ഞതും, ഒരു സവാള, ഒരു തക്കാളി ഒക്കെ ഓരോന്നെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞിട്ടില്ല, ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് വീഡിയോയിൽ ഇട്ടു എന്നുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിൻ്റെ ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിക്കണ്. ഇനി ഒരു കുറച്ച് 2 മണിയെന്ന് പറയാൻ വന്നാണ്. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് നല്ല പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് സവാളയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്ത് നല്ല വഴറ്റിയെടുക്കുക. പിന്നെ എരും എന്താ പറയുക, പുളിയും വെള്ളം അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഓരോരുത്തരുടെ പെരയിൽ ഓരോരോ പോലല്ലേ. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കടലിൻ്റെ കൂടെ ഇടലില്ല, എന്താ വെച്ചാൽ വേഗ് കൂട് വെച്ചിട്ട്. ഈ സവാളൻ്റെ കൂടെ ആകുമ്പോൾ നമ്മൾ വഴറ്റി വരുമ്പോൾ നല്ല പാകത്തിനുള്ള വേഗമാകും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിക്കണേ, 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇടൂല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിൻ്റെ ആവശ്യമില്ല, പച്ചമുളകിൻ്റെ എരും കുരുമുളകിൻ്റെ എരും ഉണ്ടാവും. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഇവിടെ കുറേ പച്ചക്കറി പറ്റൂല, അതുകൊണ്ടാണ്. ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കട്ടെ. അപ്പോൾ അതിന് നമുക്ക് തേങ്ങ അരച്ചിട്ട് തരാം. അതിന് ഒഴിക്കാനുള്ള തേങ്ങ അരച്ചിട്ട് തരാം. പിന്നെ എന്താ പറയുക, നമുക്ക് ഇല്ലാത്തവരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ മൊബൈലിൻ്റെ ഒരു സംഭവം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നിങ്ങനെ തുടങ്ങിയെന്നുള്ളൂ, നമുക്കൊരു വരുമാനം ആവുമല്ലോ. അപ്പോൾ അങ്ങനെ തുടങ്ങിയെന്നുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ അരച്ചിട്ട് വരാം. കുറച്ച് തേങ്ങ, പിന്നെ നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകും കുരുമുളകും വലിയ ജീരകം ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, കുറേ ആൾക്കാർ അറിയണവർ നമുക്കിപ്പോൾ എന്തായാലും ഇടുമല്ലോ. അപ്പോൾ നമുക്ക് അറിയാം ഇന്ന ആൾക്കാരാണെന്ന് അറിയാം. അപ്പോൾ പരിചയമില്ലാത്ത കുറേ ആൾക്കാരിൽ ഒരു 3-4 ആൾക്കാർ എനിക്ക് കമൻറ്റ് ഇടലുണ്ട്. അപ്പോൾ എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, നല്ല അരച്ചിട്ട് വന്ന് തേങ്ങ നല്ല പേസ്റ്റ് പോലെ അയക്കണേ. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിക്കിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും സവാളൊക്കെ നല്ല വാടി വെന്തിക്കണ്. അപ്പോൾ അത് ഇതിട്ടെടുത്തിട്ട് ഗ്രീൻ പീസ് ഇട്ടെടുത്ത് നല്ലൊന്ന് ഇളക്കിയതിന് ശേഷം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക, തേങ്ങ ഒഴിച്ച് കൊടുക്കുക. അത്രയുള്ള പരിപാടിയാണ്. നല്ലൊന്ന് തിളച്ചതിന് ശേഷം തീ ഓഫാക്കാം തേങ്ങ ഒഴിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയാം, കുറച്ച് വെള്ളം പോലെയാണ് നല്ലത്, പുട്ടിനല്ലേ കുറച്ച് വെള്ളം പോലെ വെക്കുക. ഈ ഗ്രീൻ പീസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കുറുകി വരുന്നൊരു സാധനമാണ് തണുക്കുമ്പോൾ. അപ്പോൾ കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ പറയാം, എനിക്കൊന്നും അറിയില്ലായിരുന്നു എങ്ങനെ എഡിറ്റ് ചെയ്യുക, എങ്ങനെ പിന്നെ എന്താ പറയുക വീഡിയോ തുടങ്ങൽ ഒക്കത്തിനൊരു പേടിയായിരുന്നു. പിന്നെ കുറേ നമ്മളെ അയൽവാസികളായാലും നമ്മളെ കുടുംബക്കാരായാലും എല്ലാവരും പറഞ്ഞു തുടങ്ങിക്കോ, ഇനിയിപ്പോൾ എന്താ. അങ്ങനെ എൻ്റെ വീട്ടുകാരൊക്കെ നല്ല ഫുൾ സപ്പോർട്ടാട്ടാ. അപ്പോൾ തുടങ്ങിക്കോ, അങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കൽ എന്നാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്കൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യലുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം, നല്ല കാര്യങ്ങളൊക്കെ കേട്ടോ. ആവശ്യമില്ലാത്തൊന്നും ഇടാറുണ്ട്, നല്ലതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു വരുമാനം ഇതിൽ കൂടി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് അത്രയും സന്തോഷം. നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലേ, നമുക്കൊരു പണിയില്ല, കുറേ കാലമായില്ല നമ്മൾ ഈ അടുക്കളയിൽ ചോറ് കറി അടിക്കലും തുടക്കലും കുട്ടികളെ നോക്കലും. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ടെൻഷനും ഉണ്ടാവില്ല, നമുക്കിത് എഡിറ്റ് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ പുട്ടും കടലയും റെഡി ആയിക്കണേ. അപ്പോൾ നമുക്ക് ഇതിലൊരാൾ നമ്മളെ വീട്ടിലൊരാൾ കറി കൂട്ടൂല കേട്ടോ. ഒരു നമ്മളോടത്തെ ചെറിയ കുട്ടിയുണ്ട്, അപ്പോൾ കറി കൂട്ടൂല. അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളൊന്നും തിന്നാണ്ടിരുന്നാൽ നമുക്കൊരു മനസ്സിനൊരു തിന്നാണ്ട് പോയാൽ പിന്നെ നമുക്കൊരു എന്തോ മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കരുതി ഓൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ഒരു പഴം അരിഞ്ഞിട്ട് ആ മാവിൻ്റെ കൂട്ടത്തിൽ കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്ത്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പഴം വേഗാത്തതാകുമ്പോൾ തിന്നൂല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒന്നുണ്ടാക്കി. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വോയിസ് കൊടുത്തിട്ടൊന്നും പരിചയമില്ല. ഞാൻ വോയിസ് കൊടുക്കുകയാണ് വീഡിയോ എടുത്തതിൻ്റെ ശേഷം. നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റൂല, മഴൻ്റെ ഒച്ച മാത്രം കേൾക്കുള്ളൂ, അപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ആ ഒച്ചക്ക് ഓഫാക്കി വെച്ചിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല ഇതിങ്ങനെ പറയുമ്പോൾ തെറ്റി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക.